ശമ്പളം തന്നിട്ടില്ല, പണിക്കാരായ ആൾമാരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടുള്ള യജമാനനായ ആൾ. പക്ഷെ അയാളെ ಬಗ್ಗೆ അറിഞ്ഞു നോക്കുമ്പോൾ അയാൾ വലിയ ആലിമീങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ആളാണ്. ഏത് ആലിമീങ്ങൾ പോയെങ്കിൽ അയാൾ ഓഫീസിൽ കൊണ്ടാണ്, അയാളെ റൂമുകൾ കൊണ്ടാണ്. ഈ ആലിമീങ്ങൾ വന്നാൽ അയാൾ വലിയ വമ്പാണ്, അങ്ക് അയാൾ പൈസ കൊടുക്കുള്ളൂ. പക്ഷേ അയാൾ അണ്ടറിൽ പണിയെടുക്കണമെങ്കിൽ ആളുകൾ അയാൾ പൈസ കൊടുത്തോണ്ടില്ല, ശമ്പളം കൊടുത്തോണ്ടില്ല. മുഞ്ഞാണ്ട് ഒരാൾ നമുക്ക് കിട്ടിയിട്ട് പണിയെടുത്തിട്ട് 1 ലക്ഷം പൈസ ബാക്കിയുണ്ട്, ശമ്പളം തന്നിട്ടില്ല. അപ്പൊ ഈ ചൊന്നെങ്കത്തെ ആൾമാരെ മുന്നോട്ട് ഇങ്ങനെ സുഭകന്മാരാണ്. പക്ഷേ ഞങ്ങളെ ദൃഷ്ടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടിയോട് 5 പൈസക്ക് ആവാത്ത ആളാണ്. എന്ത് ആക്കോണായ പണിയോണാക്കില്ല. അവന്റെ അണ്ടറിൽ പണിയെടുത്തെങ്കത്തെ ആൾക്ക് ശമ്പളം ബാക്കി വെച്ചിട്ട് ഏതോ ആയത്തെ വന്നെങ്കത്തെ തങ്ങൾക്ക് പൈസ കൊടുത്ത അയാളെ ആദരിച്ച ആലിമിനെ ബഹുമാനിച്ചാൽ ചൊല്ലത് ഇസ്ലാമല്ല. അത് ഇസ്ലാം കൊണ്ട് കുറെ ആൾമാർ വിചാരിച്ചിട്ടുള്ള അതൊന്നും സമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു ആക്കുണായ പണിയാണ് നീ ആക്കുണായ അഅ്തുൽ അജീറ അജ്റഹു ഖബല അൻ യജിഫ അറഖുഹു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലോകത്ത് ഒരു നേതാവും ചൊന്നിട്ടേ ഇല്ല. നിങ്ങളെ പണിക്കാർ, നിങ്ങൾ അണ്ടറിലുള്ള ആൾമാർ അങ്ങ് സ്വര എടുത്തിട്ട് അങ്ങനെ പേർക്ക് പറ്റാട്ടി വന്നാൽ അസർക്ക് മുന്നോൾ പോണ്ടാട്ടി വന്നാൽ അങ്ങനെ പൈസ കൊടുത്തിട്ട് വിടണോണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി. അങ്ങനെ ലോകത്ത് ഏത് വിഷയം എടുത്തു നോക്കിയെങ്കിലും മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാർമികര ദിന ചൊന്നിട്ട് അഞ്ഞ ക്ലാസും കാര്യങ്ങളെല്ലാം നടക്കുമ്പോ നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനു ചൊന്നിട്ട് ഉൾക്കൊള്ളുകയും ബാക്കിയുള്ള ആൾമാർക്ക് പടിപാട്ടി കൊടുക്കുമോ നമുക്ക് സാധ്യമാവണോ? ചിരിക്കവും മറന്നെങ്കത്തെ ലോകത്താണ് നിങ്ങൾ ജീവിച്ചോണ്ടുള്ളത്. ഇവർക്ക് ചിരിക്കാൻ ടൈം അത് റെഡിമെയ്ഡ് ചിരിയാണ്. പല ആൾമാർ 90% ആൾമാരെ ചിരി റെഡിമെയ്ഡാണ്, വെറുതെ ഒരു ചിരി മാത്രമാണ്. പക്ഷെ അതിലുള്ള വഞ്ചന ഉണ്ടോ, കാപട്യങ്ങളുണ്ടോ, എതിരിൽ കൈമുട്ടുന്നെങ്കത്തെ ആൾ പുറത്തു പോയിട്ടവൻ വഞ്ചിക്കട ദൂറ, ഇതെല്ലാം സർവ്വസാമാന്യ ലോകത്ത് നടന്നുകൊണ്ടുള്ളതാണ്. വെറുതെ ഒരു ആചാരത്തിലുള്ളത്തെ ചിരിയാണ്. സൈക്കോളജിസ്റ്റ് കുറെ ക്ലാസ്സുകളെല്ലാം പണ്ട മുന്നൽ ഞാൻ ചൊന്നോണ്ടിന് ആ ക്ലാസ്സുകളിലെ പോറും ഇപ്പൊ ആ ക്ലാസ് പോകണ്ട ചൊല്ല വെറുതെ എന്തെങ്കിലും കുറെ ആൾമാരെ വിഷയം ചൊന്നിട്ട് ചിരിപ്പാട്ടല്ലാണ്ട് ലൈഫിൽ യഥാർത്ഥത്തിലുള്ള ഒരു ചിരി അങ്കും പണ്ടില്ല ഓണവും പണ്ടില്ല. ചിരിക്കവും അറിഞ്ഞെങ്കത്തെ ലോകത്ത് ചിരിപ്പാട്ട് കുറഞ്ഞാൽ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര പ്രയാസങ്ങളിക്കട്ട് ബുദ്ധിമുട്ടിക്കട്ട് കാന ദായിമൽ ബിശ്ർ, എപ്പോഴും പുഞ്ചിരിയാണ്, മുഖത്ത് ചിരിയല്ലാത്ത ഒന്നില്ല. എപ്പോ നോക്കിയെങ്കിലും വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ടെൻഷൻ ഇല്ലാത്ത ആളെ ദായിമൽ ബിശ്റിന്റെ അജോൾ എപ്പം ചിരിച്ചോണ്ടും മുഖപ്രസന്നത ഉള്ളെങ്കത്തെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തബസ്സുമാണ്, എപ്പോഴും പുഞ്ചിരിച്ചോണ്ടിരിക്കൂ. മാത്രമല്ല നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കരുത് സ്വതക്കാണ്ട് വരെ പടിപാട്ടിത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ നാളകത്തിയില്ല, എല്ലാ സമയത്തും പുഞ്ചിരിച്ചോണ്ടിരിക്കൊണ്ടാണ്. ഒരാൾ പുഞ്ചിരിക്കൊക്കെ പഠിച്ചാണ്ടായി ആത്മാർത്ഥമായ പുഞ്ചിരി ഒക്കെ ഉണ്ടായെങ്കിൽ അവൻ ഡോക്ടർ മുട്ട പോകണമെന്നില്ല. എത്രമാ രോഗം ഓട്ടോമാറ്റിക് ശിവയാവടൂ. ഒരു മനുഷ്യന് ഇന്നത്തെ ഏറ്റവും കൂടുതൽ രോഗം എന്തിനെന്ന് ചോദിച്ചെങ്കിൽ അവന്റെ ഹൃദയം സമയമില്ലാത്തതാണ്. എന്തുകൊണ്ട്? ആ ഹൃദയത്തോൾ എന്തെല്ലാം നെഞ്ചിക്കിട് വകയിക്കിട അത് ഇതെല്ലാം. അതിനിടയ്ക്ക് ഞങ്ങൾ ഹജ്ജികളിൽ പോയി വന്നിട്ടിക്കട, ഉമ്രത്തുകളിൽ പോയി വന്നിട്ടിക്കട. ഞങ്ങൾ ഹജ്ജ് ക്ലാസ് കാര്യമായിട്ട് ഞാൻ ചോദ്യം എന്തുകൊണ്ട് അപ്പവും ഹയാത്തില്ലാണ്ടായെങ്കിൽ നിരന്തരമായിട്ട് അപ്പവുമ്മടെ കവറിലൂടെ നിങ്ങൾ പോറും. എന്ത് ചെയ്യും? അപ്പവുമ്മടെ എത്രമാനം ബുദ്ധിമുട്ടാക്കിയിരിക്കുക. ആ ഉപ്പവുമ്മടെ പുറത്ത് കിട്ടാണ് ഹജ്ജിക്ക് പോയിട്ട് കാര്യമില്ല. ഇനി അപ്പവുമ്മ ഹയാത്തിലുണ്ടോണ്ടായെങ്കിൽ ഒരു നാൾ നിങ്ങൾ 10 വട്ടം നോക്കൂടാറുണ്ട്, 100 വട്ടം നോക്കുക ഹജ്ജി പോണ്ടതിന്റെ ഇടക്ക്. ആ ഹജ്ജിന്റെ കൂലി കിട്ടാട്ടി ഒന്നിനെ കൂടെ ഹജ്ജ് അവരോടാവൂ. എന്ത്? അപ്പവുമ്മടെ പൊരുത്തപ്പെടിക്കാത്തൊരു ഹജ്ജില്ല, പെഞ്ഞായിയുടെ പൊരുത്തപ്പെടിക്കാത്തൊരു ഹജ്ജില്ല, നിരക്കരുടെ ആൾമാരെ പൊരുത്തപ്പെടിക്കാത്തൊരു ഹജ്ജില്ല. ഇസ്ലാം ചോദിച്ചു ഇസ്തിഖാമത്ത്, നേരുള്ള ധർമ്മമാണ്. അള്ളാഹു അത് പാലിക്കോ നക്കും ഞങ്ങൾ എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിനത്തെ പോസ്റ്റർ കണ്ടപ്പോൾ നക്ക് നെനപ്പായത് നല്ല ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ദിച്ചല്ലേ കാന ദായിമൽ ബിശ്ർ, എപ്പോഴും പുഞ്ചിരിക്കടയ്ക്കെത്ത ആളാണ്, എപ്പോഴും ചിരിക്കടയ്ക്കെത്ത ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു നീന് നല്ല നീ നല്ല വയർ നിറച്ചിട്ടിരിക്കുമ്പോ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി, നല്ല അയൽവാസിയായ ആള് പൈച്ചിട്ട് ഇങ്ങനെ പഠിച്ചോണ്ടുണ്ടു. ഇവിടെ മുസ്ലിം അമുസ്ലിം ചൊല്ല ഭേദമേ ഇല്ല. നോക്കറുള്ള നിങ്ങൾ അങ്ങനെ ചെന്നിട്ടേ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്. നല്ല അയൽവാസി പൈച്ചിട്ടുള്ളാണ്ടായെങ്കിൽ ലൈസ ബിമുഅ്മിൻ, അവള് മുഅ്മിനല്ലാണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. ഇതാണ് ഇസ്ലാം. നല്ല ഔത്തു നല്ല ഫുഡ് നാൻ കൊമ്പോണ്ടായെങ്കിൽ അടുത്ത ഔത്ര ആൾമാർ പാവപ്പെട്ട ആൾമാർ ഒക്കെ ഉണ്ടായെങ്കിൽ
ಅಂಕು ಕೂಡಿ ಎಡ್ತು ಕೊಡುಕೋನಕ್ಕೆ ಸಾಧ್ಯಾವನು ಇല്ലെങ്കിൽ ಇದರ ಮಣ ಅಂಕ ಎತ್ತೋಟಗೂ ತೀರ ഈ ഫ്രൂട്ട്സ് ഞാൻ കൊമ്പോണ്ടത് അങ്ക് കാട്ടുകു തീര അവിടെയും പാവപ്പെട്ട മക്ക ഉള്ളാറ് ഇതെല്ലാമാണ് ഇസ്ലാം പരിപാടി തന്നെ നന്റെ അവ ഞാൻ ഒത്തത്തിൽ ഇങ്ങനെ കെട്ടുമ്പോ നന്റെ നിരക്കരുടെ ഔത്തര ആൾക്ക് കാത്ത് നന്റെ അവ കൊണ്ട് തടയിലുണ്ടായെങ്കിൽ ഞാനൊരു സത്യവിശ്വാസിയാവില്ലേ ഇസ്ലാമാണ് ഇത് പരിപാടി തന്നോണ്ടുള്ളേ അപ്പൊ ഇസ്ലാം ചൊന്നും കേവല ആരാധന മാത്രമല്ല ഈ ചൊന്നതാണ് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറുമ്പുടെ കൂടെ കത്തോട്ടിങ്കെത്ത ആൾമാരെ എതിർത്തത് ഒരു പക്ഷിയുടെ കുഞ്ഞിനെ പിടിച്ചു വെച്ചാറ് ആ സമയത്ത് പക്ഷിയുടെ ഉമ്മ അപ്പുറം ഇപ്പുറം ഓടിക്കൊണ്ടുണ്ടു സ്വഹാബത്തിനെ പറഞ്ഞിട്ട് അതിനെ വിടണോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു ഒരു ഒട്ടകം വിശന്നിട്ട് ബേജാറുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട വന്നപ്പോ ആ ഒട്ടകത്തെ മാലിക്കട വെച്ചിട്ട് ചെന്ന് ഈ ഒട്ടകം നല്ലൊട്ടി കേസ് ചെന്നു ഇതിനെ നിങ്ങൾ പൈപ്പാട്ടാറ് ഓവർലോഡ് നിങ്ങൾ ആക്കിടാറ് അത് ആക്കുക തീരാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിത്ത് വാഹനത്തെ മേൽ തെച്ചിട്ട് മുണ്ടിക്കൊണ്ടുള്ളാറ് ജണ്ടാൽമാർ പണ്ടത്തെ വാഹനതല്ല ഒട്ട കുതിര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂടയിത്ത് ആ വാഹനം സഞ്ചരിക്കുള്ളതാണ് അതിന്റെ മേൽ തെച്ചിട്ട് മുണ്ടുള്ളതല്ല അത് നിങ്ങൾ തെക്കിടക്കത്തെ സീറ്റല്ല ഈറ്റ് മുണ്ടോണോ ചൊന്ന ആ വാഹനത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടാക്കണ്ടാണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിത്ത് സഹോദരന്മാരെ ഇതെല്ലാം പഠിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുള്ളതാണ് ഏറ്റവും ഹൈറായ ആൾ ആര് കേട്ടെ നമ്മൾ ചെമ്പോട്ട ചെന്നറ ആര് സ്വന്തം കുടുംബത്തൊട്ടി ഹൈറായ ആള് സ്വന്തം പെഞ്ഞായിരൊട്ടി നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആള് അതുപോലെ സ്വന്തം ഉമ്മടൊട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആള് സ്വന്തം മക്ക നല്ല സർട്ടിഫിക്കറ്റ് തന്റെ ആളാണ് ഖൈറുക്കും ലി അഹ്ലി ജന്തുവാന ഖൈറുക്കും ലി അഹ്ലി ഈ ഹദീസ് വായിക്കും ഞാൻ പലപ്പോഴും പേരിക്കും ഒലിമ്പോ പെഞ്ഞായിമാരിന്നാണ് പോണുന്ന പെഞ്ഞായിമാരിൽ രണ്ടാൾമാർ ഒഫാത്തായ ഒലിമ്പോ പെഞ്ഞായിമാരി എന്നിട്ട് മദീനത്തെ പള്ളിയിൽ നിങ്ങൾ പോയിട്ട് പരിസരത്തിൽ കേൾക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ കേട്ടെങ്കിൽ എന്റെ പോലത്തെ പ്രസംഗം എന്തുവല്ലോ അവരോട് പ്രസംഗിക്കോ സുലഭല്ലേ വാന ഖൈറുക്കും ലി അഹ്ലി ജന്തു നന്റെ കുടുംബത്തൊട്ട് ഏറ്റവും ഹൈറായ ആള് നീ ഒലിമ്പോ പെഞ്ഞായിമാരെ സുധാരിച്ചിട്ട് ഒരാളും പുറച്ചറ ചൊന്നുള്ളേ ഒരു പെഞ്ഞായി എന്നിട്ട് അവൾ തൊലാക്ക് ഏക്കടാളുണ്ടായെങ്കിൽ അവൾ ഈ മാപ്പിളയുടെ ഷർദ് സഹിക്കുക അവളിനെ ചൊന്നെങ്കിൽ നാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമ്മിലുള്ള സമ്പർക്കം ബന്ധങ്ങൾ എത്ര വ്യത്യാസമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ നാനോടെ പഠിക്കണായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഒരാളെയും നൊമ്പലാക്കാത്ത എനിക്കെത്ത നേതാവാണ് തന്റെ അണ്ടറിലുള്ള എനിക്കെത്ത ആൾമാരെ നൊമ്പലാക്കാത്ത വലിയ വലിയ ആൾമാരെ സ്വീകരിക്കുന്ന സുലഭാണ് തന്റെ അണ്ടറിലുള്ള എനിക്കെത്ത ആൾമാരെ ചീത്ത ചൊല്ലുക തീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണുടെയും അടിച്ചില്ല ഒരു ഹാദിമുടെയും അടിച്ചില്ലാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്റൊട്ടിയെ ഒരു പെണ്ണുടെ പാപ്പ വന്നിട്ട് കാക്ക മാമിന്റെ ಬಗ್ಗೆ കേസ് ചൊന്നു കാക്ക സമയമില്ല മാമി സമയമില്ല ഞാൻ വിചാരിച്ച നല്ല വലിയ വലിയ ആൾമാരാണ് ഇബാദത്തുള്ള ആൾമാരാണ് പക്ഷേ ഉൾക നോക്കുമ്പോ നന്റെ അണ്ടറിലുള്ള എനിക്കെത്ത ആൾമാരെ എത്ര